പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലൈഫ് ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ ദ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചും ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അതുപോലെ ചൈനീസ് റവല്യൂഷൻ എന്നീ 3 വിപ്ലവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോയിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വിപ്ലവങ്ങളിലൂടെ കടന്നു പോകാം. ആഫ്റ്റർ ദ കൊളോണൈസിംഗ് ദ എൻറ്റയർ ലാറ്റിൻ അമേരിക്ക, the Spanish and Portuguese propagated their language, religion and customs there. അമേരിക്കൻ കോളനികളിൽ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു. They built houses and churches in Spanish style. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഈ വംശീയ വിവേചനത്തിൻ്റെ ഫലമായിട്ട് ലാറ്റിൻ അമേരിക്കൻ ജനത അടിമകളെപ്പോലെ പണിയെടുക്കേണ്ടി വന്നു. ഇവരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് പുതിയ രോഗങ്ങളും ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. The success of the American War of Independence and the French Revolution inspired the Latin American people to fight against the European domination. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് റവല്യൂഷനും ലാറ്റിൻ അമേരിക്കൻ ജനതയെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെലുത്തി ഈ യൂറോപ്യൻ ശക്തികൾക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ്, one by one, the Latin American colonies were liberated under the leaders like Francisco Miranda, Simon Bolivar and Jose de San Martin. അവസാനം ഫ്രാൻസിസ്കോ മിരാൻഡയുടെയും സൈമൺ ബൊളീവറുടെയും ജോസെ ഡി സാൻ മാർട്ടിൻ്റെയും നേതൃത്വത്തിൽ അമേരിക്കൻ കോളനികൾ, ലാറ്റിൻ അമേരിക്കൻ കോളനികൾ ഓരോന്നോരോന്നായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. We discuss the circumstances that led to the Russian Revolution. The farmers and factory workers in Russia led a tragic life under the autocracy of the Russian empires who ruled Russia. റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഭരണത്തിൻ കീഴിൽ തൊഴിലാളികളും കർഷകരുടെയും ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. The low agricultural production affected the farmers' income. Moreover, the landless farmers had to pay huge tax. Low agricultural production affected the farmers' income. റഷ്യയിലുണ്ടായിരുന്ന കാർഷിക വിഭവങ്ങളുടെ കുറവ് കർഷകരെ പലതരത്തിൽ ബാധിച്ചിരുന്നു. മാത്രമല്ല, കൃഷിഭൂമി ഇല്ലാതിരുന്ന ഭൂരഹിതരായ അവർ കനത്ത നികുതി നൽകുകയും ചെയ്യേണ്ടി വന്നിരുന്നു അവർക്ക്. The Russia was rich in natural resources. Their industrial production was merged. It was the foreigners who controlled majority of the industries that existed there. റഷ്യയിൽ പ്രകൃതി വിഭവങ്ങളെ കൊണ്ട് സമ്പന്നമായിരുന്നു റഷ്യ. പക്ഷേ റഷ്യയുടെ വ്യാവസായിക ഉൽപാദനം വളരെ കുറവായിരുന്നു. ഉള്ള വ്യവസായങ്ങളാകട്ടെ നിയന്ത്രിച്ചിരുന്നത്. ഇത്തരത്തിൽ ഫാമേഴ്സിൻ്റെയും ഫാക്ടറി വർക്കേഴ്സിൻ്റെയും പാത്തറ്റിക് കണ്ടീഷനെ, ദുരിതപൂർണമായ ജീവിതത്തെ ചില സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിലൂടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ദ റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ് ആൻഡ് ആൻഡൺ ചെക്കോ depicted the plight of the workers and farmers in their works.
The Marxist ideologies formulated by Karl Marx and Friedrich Engels stirred the workers. തൊഴിലാളികൾക്കിടയിൽ മാർക്സിസ്റ്റ് ചിന്തകന്മാരായ കാൾ മാക്സിൻ്റെയും ഫെഡറിക് എംഗൽസിൻ്റെയും ആശയങ്ങൾ ആവേശം പകർന്നു. മാർക്സ് argued they called for establishing the supremacy of the workers instead of that by the capitalist. മാർക്സിസ്റ്റ് ചിന്തകനായ കാൾ മാക്സ് പറഞ്ഞത് മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. അവസാനം തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി ഫോംഡ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ, അവിടെ തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുകയാണ് ചെയ്തത്. മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് റഷ്യയിൽ ആദ്യത്തെ തൊഴിലാളി സംഘടന രൂപകൽപ്പന ചെയ്യുകയാണ്. അതായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പാർട്ടി പിന്നീട് രണ്ടായി പിളർന്നു. അവരായിരുന്നു ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ബോൾഷെവിക്സ് മീൻസ് മെജോറിറ്റി മീൻസ് ലെഫ്റ്റ് വിങ്. ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം അഥവാ ഇടതുപക്ഷമെന്നും, മെൻഷെവിക് മൈനോറിറ്റി മീൻസ് റൈറ്റ് വിങ്, ന്യൂനപക്ഷം അഥവാ വലതുപക്ഷം എന്ന പേരിലുമാണ് അറിയപ്പെട്ടത്. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദ ബോൾഷെവിക്സ് വേർ ലെനിൻ ആൻഡ് ട്രോട്സ്കി. ബോൾഷെവിക്കുകളുടെ നേതാവ് ലെനിനും ട്രോട്സ്കിയുമായിരുന്നെങ്കിൽ അലക്സാണ്ടർ കെറൻസ്കി ലെഡ് ദ മെൻഷെവിക്സ്. മെൻഷെവിക്കുകളെ ലീഡ് ചെയ്തത് അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. അങ്ങനെ റഷ്യയിൽ 1905 ഒരു യുദ്ധമുണ്ടായി, റഷ്യയും ജപ്പാനും തമ്മിൽ. ഈ യുദ്ധത്തിൽ റഷ്യ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. The workers organized a huge march at Petrograd on 9th January in 1905, demanding political rights and economic reforms. യുദ്ധം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിരുന്നു. അങ്ങനെ തൊഴിലാളികളും കർഷകരും 1905 ജാനുവരിയിൽ പെട്രോഗ്രാഡ് നഗരത്തിലേക്ക് മാർച്ച് നടത്തി. അവിടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇതായിരുന്നു: പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക്കൽ റിഫോംസുമായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കുക എന്നതായിരുന്നു അവിടെ ഉദ്ദേശം. അങ്ങനെ ഈ മാർച്ചിനെ റഷ്യൻ ഭരണാധികാരിയായ നിക്കോളസ് അതിക്രൂരമായിട്ട് അടിച്ചമർത്തി. ഈ സംഭവം ചരിത്രത്തിൽ അറിയപ്പെട്ടത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലൂഡി സൺഡേ എന്ന പേരിലാണ്. ഇത്തരത്തിൽ അടിച്ചമർത്തലുകൾ ശക്തമായപ്പോൾ റഷ്യയിലെ തൊഴിലാളികൾ സമരം നടത്താൻ വേണ്ടി റഷ്യയിലെമ്പാടും ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചു. ദിസ് നോൺ ആസ് സോവിയറ്റ്. ഈ ഓർഗനൈസേഷൻ എല്ലാം സോവിയറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വെൻ ദ സ്ട്രൈക്സ് ഗെയിൻഡ് മാസീവ് സ്ട്രെങ്ത്, the emperor was compelled to form a legislative assembly called Duma. അങ്ങനെ യുദ്ധം ശക്തമായപ്പോൾ, സമരങ്ങൾ ശക്തമായപ്പോൾ ചക്രവർത്തി റഷ്യയിലെ നിയമനിർമ്മാണ സഭയായ ധൂമ എന്ന നിയമനിർമ്മാണ സഭയെ രൂപീകരിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1914 ഫസ്റ്റ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ടത്. ദ നിക്കോളസ് സെക്കൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ വിത്തൗട്ട് എനി കൺസെൻറ്റ് ഓഫ് ദ പാർലമെൻറ്റ് ധൂമ.
ധൂമയുടെ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെ നിക്കോളസ് രണ്ടാമൻ ഒന്നാം ലോകയുദ്ധത്തിൽ പങ്കെടുത്തു. എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ് വെർ കിൽഡ് ഇൻ ദിസ് വാർ. ഈ യുദ്ധത്തിൽ ഒരുപാട് സൈനികർ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. എന്താണ് ലോകയുദ്ധം റഷ്യയിൽ ഉണ്ടാക്കിയെടുത്തത്? ഫുഡ് ഷോർട്ടേജ് ബിക്കം സെവേഴ്സ് ബൈ 1917 ആയപ്പോഴേക്കും ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. The thousands of women marched along the streets of Petrograd on 8 March 1917 demand for bread. ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, റൊട്ടിക്ക് വേണ്ടിയിട്ട് 1917 മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗ്രാഡ് തെരുവിലേക്ക് മാർച്ച് നടത്തി. The workers organized protest march in Petrograd. The soldiers clashed with the demonstrators in the beginning. Later they joined the workers. നിക്കോളസിൻ്റെ പട്ടാളം ഈ സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. എന്നാൽ പിന്നീട് പട്ടാളവും ഈ സമരം ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ കൂടെ കൂടുകയാണ് ചെയ്തത്. അതിന് മറ്റൊരു കാരണമുണ്ടായിരുന്നു. വേൾഡ് വാറിൽ അവർ അനുഭവിച്ച ദുരിതമായിരുന്നു അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. The workers captured Petrograd and Nicholas II was thrown out of power. A provisional government was formed under Alexander Kerensky, the Menshevik leader. Since the Russian calendar was a few days behind the international calendar, this revolution that took place in March came to be known as the February Revolution. അങ്ങനെ സമരം കരുത്താർജിക്കുകയും തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുക്കുകയും നിക്കോളസ് രണ്ടാമന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അലക്സാണ്ടർ കെറൻസ്കി, മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ സംഭവം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. മാർച്ചിൽ നടന്ന വിപ്ലവം എന്തുകൊണ്ട് ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു? അതിന് കാരണം ഇതായിരുന്നു. ദ റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദ ഇൻ്റർനാഷണൽ കലണ്ടർ. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ അല്പം പിറകിലായതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന ഈ റവല്യൂഷൻ ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. വളരെ ആവേശത്തോടു കൂടിയായിരുന്നു റഷ്യൻ ജനത അലക്സാണ്ടർ കെറൻസ്കിയുടെ ഈ ഭരണമാറ്റത്തെ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യകരെന്ന് പറയട്ടെ, അവരുടെ സ്വപ്നങ്ങളെല്ലാം പിറകിലാക്കിക്കൊണ്ടാണ് അലക്സാണ്ടർ കെറൻസ്കിയുടെ ഭരണം മുന്നോട്ട് പോയത്. താൽക്കാലിക ഗവൺമെൻറ്റിനെ സോവിയറ്റുകളും ഒരു പറ്റം ബോൾഷെവിക്കുകളും അംഗീകരിച്ചില്ല. ഈ സമയത്ത് സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിലേക്ക് തിരിച്ചെത്തുകയും താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർക്കുകയും ചെയ്തു. അദ്ദേഹം വാദിച്ചത് ഇതായിരുന്നു: എല്ലാ അധികാരങ്ങളും സോവിയറ്റുകൾക്ക് നൽകുക, എങ്കിൽ മാത്രമേ വിപ്ലവം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. The Bolshevik and Soviet supported Lenin. They propagated the only proclamation workers' government could eradicate centuries-old economic backwards in the equality. They put forward several demands. നിലവിലുണ്ടായിരുന്ന റഷ്യയിലെ ഈ സാമ്പത്തിക വ്യവസ്ഥിതി തകരണമെങ്കിൽ തൊഴിലാളികൾ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റുകൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. 3 ആവശ്യങ്ങളാണ് ബോൾഷെവിക്കുകൾ വാദിച്ചത്. ഫസ്റ്റ് വൺ, വിഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. 1-ാം ലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. നെക്സ്റ്റ് വൺ, സൈസ് ദ ലാൻഡ്സ് ഓണേഡ് ബൈ ദ ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ എമംഗ് ദ ഫാമേഴ്സ്. വലിയ മുതലാളിമാരുടെ
നിയന്ത്രണത്തിലുണ്ടായിരുന്ന കൃഷിഭൂമി കർഷകർക്ക് വിതരണം ചെയ്യുക. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറികൾ പൊതു ഉടമസ്ഥയിലാക്കുകയും ചെയ്യുക. അവസാനം ഇൻ ഒക്ടോബർ 1917 the Bolsheviks organized a armed rebellion against the provincial government. Kerensky fled from the country and Russia came under the control of the Bolsheviks. ഈ സമരത്തിൻ്റെ ഫലമായി 1917 ബോൾഷെവിക്കുകൾ ഒരു ശക്തമായ സമരം നടത്തുകയും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ തകർത്തുകൊണ്ട് കെറൻസ്കിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിക്കൊണ്ട് റഷ്യ ബോൾഷെവിക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ദിസ് ഇവൻറ്റ് നോൺ ആസ് ഒക്ടോബർ റവല്യൂഷൻ ആസ് പെർ റഷ്യൻ കലണ്ടർ. ഈ സംഭവം റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആഫ്റ്റർ ദ റവല്യൂഷൻ a convention of the Soviets was held and the cabinet was formed with Lenin as its head. The cabinet took some revolutionary measures. തുടർന്ന് ലെനിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഭരണഘടന പുതിയ പരിഷ്കാരങ്ങൾ റഷ്യയിൽ എന്തൊക്കെയാണ് അവിടെ നടപ്പിലാക്കിയ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. വിപ്ലവകാരികൾ ആവശ്യപ്പെട്ടിരുന്ന ഒന്നാമത്തെ കാര്യമായിരുന്നു റഷ്യ ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നത്. അത് സംഭവിച്ചു. നെക്സ്റ്റ് വൺ, സൈസ്ഡ് ഔട്ട് ദ ലാൻഡ് ഓണേഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് എമംഗ് ദ ഫാമേഴ്സ്. ഏക്കറക്കണക്കിന് കൃഷിഭൂമി സ്വന്തമായിട്ട് കൈവശം വെച്ചിരുന്ന പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്നും കൃഷിഭൂമി പിടിച്ചെടുക്കുകയും അവ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഫാക്ടറീസ്, ബാങ്ക്സ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഫോറിൻ ട്രേഡ് വേർ ബ്രോട്ട് അണ്ടർ ദ പബ്ലിക് ഓണർഷിപ്പ്. ഫാക്ടറികളും ബാങ്കുകളും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസുകളും എല്ലാം പബ്ലിക് ഓണർഷിപ്പിലേക്ക്, പൊതു ഉടമസ്ഥയിലേക്ക് ആവുകയും ചെയ്തു. ലോകത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തിയൊരു മഹത്തായ വിപ്ലവമായിരുന്നു റഷ്യയിൽ നടപ്പിലാക്കിയത്. മാത്രമല്ല, ഇൻ 1924 എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ആൻഡ് ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് മീൻസ് USSR വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. 1924 പുതിയ സോവിയറ്റ് റിപ്പബ്ലിക്കൻ രാഷ്ട്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് റഷ്യ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ USSR എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരു മഹത്തായ വിപ്ലവമായിരുന്നു റഷ്യൻ റവല്യൂഷൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിനി അവസാനമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ചൈനീസ് റവല്യൂഷനെ കുറിച്ചാണ്. ഇൻ ദ 20th century ചൈന വിറ്റ്നസ് ദ റവല്യൂഷൻസ് against the foreign rule and monarchy. The colonial powers of the Europe and America adopt the policies in China different from the ones they had implemented in the colonies of the parts of the world. വിദേശാധിപത്യത്തിനും രാജവാഴ്ചക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചിരുന്നു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ 2 നയങ്ങളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികളും ചൈനയിൽ സ്വീകരിച്ചത്. എന്തൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് വാസ് ദ ഒപ്പിയം ട്രേഡ് ആൻഡ് ഓപ്പൺ ഡോർ പോളിസി. അതായിരുന്നു കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. What mean opium trade? The Chinese silk, tea and earthenware were in great demand all over the Europe.
China gained huge profit through the export of these items. There was nothing to import to China from Europe. As a result, the European traders suffered a great loss. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാത്തതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് വലിയ നഷ്ടം തന്നെ സംഭവിച്ചിരുന്നു. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഒപ്പിയം ടു ചൈന. ദിസ് എഫക്റ്റഡ് ദ Chinese trade and its consumption made the Chinese people mentally imbalanced. It's resulted in economic and mental subjugation of the Chinese. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് അഥവാ ഒപ്പിയം ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും അതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലാവുകയും ചെയ്തു. ഇതാണ് ഒപ്പിയം ട്രേഡ്. ബൈ ദ എൻഡ് ഓഫ് ദ 19th century, several European countries acquired trade privileges in China. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ചൈന അറ്റ് ദ ടൈം. ഈ സമയത്ത് ചൈനയിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അമേരിക്കക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ ആനുകൂല്യങ്ങളൊന്നും അമേരിക്കക്ക് ലഭിച്ചില്ല. To acquire the privilege, John Hay, the State Secretary of the USA, proclaimed the open door policy. മറ്റു രാജ്യങ്ങളെപ്പോലെ അമേരിക്കക്കും ചൈനയിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേയ് ഒരു നയം പ്രഖ്യാപിച്ചു. ഇതാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആസ് പെർ ദിസ് പോളിസി, ദ അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. ഇതുപ്രകാരം ഈ നിയമമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. China was divided into different regions to be controlled by various countries. The aim of the policy was to create an opportunity for the USA to interfere in China. ഇതിൻ്റെ ഫലമായിട്ട് ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. അമേരിക്കക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ 1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവിടെ മുദ്ര. ഇത് ബോക്സർ റിബിലിയൻ അഥവാ ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. ഇൻ 1911 another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. This ended monarchy in China. After the revolution, Kuomintang party established a republican government in southern China under the leadership of Sun Yat-sen. He gave importance to ideologies like nationalism, democracy,
ആൻഡ് സോഷ്യലിസം. ബോക്സർ കലാപത്തിന് ശേഷം 1911 മറ്റൊരു ശക്തമായ കലാപം റഷ്യയിൽ പൊട്ടിപ്പുറപ്പെടുകയാണ് ഡോക്ടർ സന്യാസൻ്റെ നേതൃത്വത്തിൽ. ഇതോടുകൂടിയിട്ട് മഞ്ജു ഭരണം നൂറ്റാണ്ടുകളായിട്ട് ചൈന ഭരിച്ചിരുന്ന മഞ്ജു ഭരണത്തിന് അവസാനമാവുകയും അങ്ങനെ ഡോക്ടർ സന്യാസൻ്റെ നേതൃത്വത്തിൽ കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിന് ചൈനയിൽ രൂപീകരിക്കുകയും ചെയ്തു. സന്യാസൻ 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതായിരുന്നു നാഷണലിസം അഥവാ ദേശീയത, ഡെമോക്രസി, ജനാധിപത്യം ആൻഡ് സോഷ്യലിസം. ഇത് 3നെയും അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു സന്യാസൻ്റെ ഭരണം ചൈനയിൽ നിലവിൽ വന്നത്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്കാവശ്യമായ നടപടികൾ കുമിങ്താങ് റിപ്പബ്ലിക്ക് ചൈനയിൽ സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ നിലവിൽ വരികയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചു കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ സന്യാസൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷേക്ക് ഭരണത്തിൽ തലവനായി വന്നതോടുകൂടിയിട്ട് ഈ സഹകരണം ഇല്ലാതാവുകയും ചെയ്തു. ചിയാങ് കൈഷേക്ക് ചൈനയിലെ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. ചിയാങ് കൈഷേക്ക് വാസ് എ autocratic ruler in China. He gives opportunity for foreign powers including America to freely interfere in China and did not to cooperate with the communist. He was a anti-clear communist. ചൈനയിൽ അധികാരത്തിൽ വന്ന സന്യാസിന് ശേഷം അധികാരത്തിൽ വന്ന ചിയാങ് കൈഷേക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ അവസരം നൽകുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചില്ല. അദ്ദേഹം തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്നു. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് were all controlled by foreign countries. ചൈനയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, കൽക്കരി, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷേക്കിൻ്റെ ഈ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ ശക്തമായിട്ട് എതിർക്കുകയും തന്നെ എതിർത്ത എല്ലാ ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളെയും ബ്രൂട്ടലായിട്ട്, വളരെ ക്രൂരമായിട്ടാണ് ചിയാങ് കൈഷേക്ക് നേരിട്ടത്. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിക്കൊണ്ട് മാവോ സേതൂങ് In 1934, under the leadership of Mao Zedong, a journey started from Jiangxi in South China. The adventure trips at Yan'an in northwestern China. Throughout the journey, they sized out agricultural land and villages from the lords and distributed them among the farmers. The journey covered around 12,000 kilometers. So it's known as Long March. 1934 ചൈന സാക്ഷ്യം വഹിച്ചത് മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള മഹത്തായ ഒരു യാത്രക്കായിരുന്നു. ചൈനയിലെ കിയാങ്ഷിയിൽ നിന്ന് യനാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 1934 ഒരു വലിയ യാത്ര നടത്തി. ഈ യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുകയും ചെയ്തു. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ലോങ് മാർച്ച് എന്നാണ്. ആഫ്റ്റർ ദ ലോങ് മാർച്ച്,
Mao Zedong and the Communist Party become the symbol of the struggle of the Chinese against the foreign powers. മാവോ സേതൂങ്ങിൻ്റെ ഈ ലോങ് മാർച്ചിന് ശേഷം മാവോ സേതൂങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനയിലെ പോരാട്ടത്തിൻ്റെ, ചൈനീസ് ജനതയുടെ വിദേശ ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് മാറുകയും ചെയ്തു. അവസാനം മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന അഥവാ റെഡ് ആർമി കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കുകയും തുടർന്ന് ചിയാങ് കൈഷേക്കിന് അധികാരം നഷ്ടപ്പെടുകയും 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആധുനിക ലോക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിപ്ലവകാരികൾ തയ്യാറാക്കിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളായിട്ട് ഇന്നും നിലനിൽക്കുന്നു. Dear students, we discussed the revolutions carried out by the people in different parts of the world who were deprived the freedom. The ideologies put forward by these revolutions were significant in molding the modern world. The declaration made by the revolutionaries still exists as a record of human progress. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആധുനിക ലോക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വിപ്ലവകാരികൾ തയ്യാറാക്കിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളായി ഇന്നും നിലനിൽക്കുന്നു.